തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗത്തിൽ നിന്ന് ഉപകരണം കാണാതായതിൽ ആരോഗ്യവകുപ്പ് ഒരു അന്വേഷണം പ്രഖ്യാപിച്ചു. മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ വിശ്വനാഥിനാണ് ഈ അന്വേഷണ ചുമതലയെന്നറിയുന്നു. മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ ഇല്ല എന്ന തുറന്നു പറച്ചിലിൽ ഡോക്ടർ ഹാരിസ് ഹസൻ ഇന്ന് വിശദീകരണം നൽകുമെന്ന് അദ്ദേഹം ഇന്നലെ പ്രഖ്യാപിച്ചിരുന്നു. ഷബീദ് റാവുത്തർ കൂടുതൽ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ഷബീദ്, വളരെ അപ്രതീക്ഷിതമായ ഒരു ആരോപണമാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. അത് ആരോഗ്യവകുപ്പ് മന്ത്രി തന്നെ വാർത്താ സമ്മേളനത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി. ഡോക്ടർ ഹാരിസിനെ പോലെ ഒരു ഡോക്ടറെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുന്നത് എന്ത് കാരണത്താലാണ് എന്നറിയില്ല. കഴിഞ്ഞ 24 മണിക്കൂറായി ആരോഗ്യവകുപ്പിൽ കാര്യമായ പ്രതിസന്ധിയും അതേപോലെ തന്നെ വിവാദങ്ങളും നടക്കുകയാണ്. നമുക്കറിയാം, കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഒരു പ്രധാനപ്പെട്ട വിഭാഗത്തിന്റെ മേധാവിയായിട്ടുള്ള ഡോക്ടർ ഹാരിസ് ചില വെളിപ്പെടുത്തലുകൾ നടത്തിയത്. അതിനു പിന്നാലെ ആരോഗ്യമന്ത്രി അടക്കം അക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ ഡോക്ടറെ കുറ്റപ്പെടുത്താനില്ല, മാത്രവുമല്ല എന്താണ് പിഴവെന്നുള്ള കാര്യം അത് പരിശോധിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. എന്നാൽ പിന്നീടാണ് വളരെ അപ്രതീക്ഷിതമായി ഡോക്ടർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് എത്തുന്നത്. അതിനുശേഷം ഡോക്ടറുടെ വൈകാരിക പ്രകടനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇന്നലെ കാണുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഈ ഉപകരണം കാണാനില്ല എന്നുള്ള ആരോപണം ഉയരുന്നത്. ഓസിലോസ്കോപ്പ് എന്ന ഉപകരണ ഭാഗമാണ് കാണാതായത്. ഈ ഉപകരണ പ്രതിസന്ധി വെളിപ്പെടുത്തിയ ഡോക്ടർ ഹാരിസിന്റെ വിഭാഗത്തിൽ തന്നെയാണ് ഈ ഉപകരണവും ഉള്ളത്. ഇതിന് പിന്നാലെ ഈ വിഷയത്തിൽ അന്വേഷണം ഇപ്പോൾ ആരംഭിക്കാനാണ് നിലവിൽ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇതിൽ ആരോഗ്യവകുപ്പിന്റെ വകുപ്പുതല അന്വേഷണം ഇന്ന് തുടങ്ങും. മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ ആയിരിക്കും അന്വേഷണം നടത്തുക. DMEയുടെ നേതൃത്വത്തിൽ ഉപകരണം കാണാതായതും കേടുവരുത്തിയതും അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കും എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അന്വേഷണം നടത്താൻ ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി കത്ത് നൽകിയിരുന്നു. യൂറോളജി വകുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അന്വേഷണ പരിധിയിൽ വരും എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അതേസമയം ആരോഗ്യവകുപ്പ് ഡോക്ടർ ഹാരിസിന് നൽകിയ കാരണം കാണിക്കൽ നോട്ടീസിന് ഹാരിസ് ഇന്ന് മറുപടി നൽകും, ഇന്ന് വിശദീകരണം നൽകും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ആ വിശദീകരണം ഏത് വിധത്തിലായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം അദ്ദേഹത്തിന്റെ അതിനുശേഷവും, പ്രത്യേകിച്ച് ഈ വിശദീകരണത്തിനുള്ള നോട്ടീസ് നൽകിയ ശേഷവും അദ്ദേഹം ഈ മാധ്യമങ്ങളോട് പ്രതികരിച്ചതടക്കം ആരോഗ്യവകുപ്പിന് എതിർപ്പുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അതിനുശേഷവും അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടിരുന്നു. ഏതായാലും അതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമായി വിശദീകരിച്ചും താൻ അയച്ച കത്തുകൾ, അതേപോലെ തന്നെ മീറ്റിങ്ങുകൾ താൻ ഉയർത്തിയിട്ടുള്ള കാര്യങ്ങൾ, അതടക്കമുള്ള കാര്യങ്ങളായിരിക്കും ഡോക്ടർ ഹാരിസ് ഇന്ന് വിശദീകരണമായി നൽകുക എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം. ഓക്കെ, താങ്ക് യു. ഷബീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.